വിനോദ് സർ, ലോകം മുഴുവൻ കണ്ടതാണ് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്തും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള പ്രചാരണ വേദികളിലൊക്കെ ട്രംപിന്റെ വലതുവശത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശതകോടീശ്വരനായ എലോൺ മസ്ക്. മസ്കും ട്രംപും ചേർന്ന് ലോകം ഭരിക്കും എന്നൊക്കെ അവിടെയുള്ള മാധ്യമങ്ങൾ വരെ പുകഴ്ത്തി പാടിയിരുന്നു. പക്ഷെ ഇതാ പുറത്തു വരുന്ന വാർത്ത ട്രംപും മസ്കും വേർപിരിയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്തുകൊണ്ടായിരിക്കാം ട്രംപ് എത്തിയത്? നീത്തു, ഇതൊരു വളരെ രസകരമായ ബന്ധമാണ്. നമ്മൾ റൊമാൻസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് റൊമാൻസ് എന്ന് പറയും. ഒരു പുതിയ വാക്ക്, അത് പണ്ടത്തെ വാക്കാണ്, പക്ഷെ അത് ഇപ്പോഴാണ് അധികം പ്രചാരത്തിലായത്. ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ബ്രൊമാൻസ് ബ്രദേഴ്സ് തമ്മിലുള്ള റൊമാൻസ് എന്നായിരിക്കും. അങ്ങനെയാണ് പലപ്പോഴും പറഞ്ഞിരുന്നത്, ബ്രൊമാൻസ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ എലോൺ മസ്ക് ട്രംപുമായിട്ട് വലിയ മച്ചാ ബന്ധമായിരുന്നു. അതായത് ട്രംപിനെ ഇലക്ഷന് വേണ്ടി ഫണ്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മസ്ക് ട്രംപിന്റെ ചില കഴിവുകളെ മുന്നിൽ കണ്ട് അത് വിദഗ്ധമായി തന്റെ ബിസിനസ്സിന് ഉപയോഗിക്കാം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാകണം അത് ചെയ്തത്. പക്ഷേ ഇന്ന് അദ്ദേഹം അപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപിലെ ഡോഡ്ജ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, അതായത് ഭരണകൂടത്തിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര്. ഡോഡ്ജ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയാം. അപ്പൊ എങ്ങനെ? ഡോഡ്ജ് അല്ല, ഡോഗ് എന്നാണ് അതിന്റെ കറക്റ്റ് വാക്ക്. DOGE. അപ്പോ അദ്ദേഹം അധികാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ പദവിയിൽ നിന്ന് 130 ദിവസം കഴിഞ്ഞതിന് ശേഷം രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പോ എന്താണ് സംഭവം? പുറമേ നമ്മൾ പറയുന്ന കാരണങ്ങളാണോ അതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത്? ഈ ട്രംപ് ഒരു വലിയ നികുതി ചെലവ് നിയമം കൊണ്ടുവന്നിരുന്നു ഇപ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ്. അതായത് വലിയ മനോഹരമായ ബിൽ എന്നാണ് ആ നിയമത്തിന് പേരിട്ടിരുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മസ്ക് പറയുന്നത്, മസ്കിന്റെ ജോലി എന്തായിരുന്നു? അമേരിക്കയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക, അമേരിക്കയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട മസ്കിന്റെ കൊടുത്തിരുന്ന ജോലി. അപ്പൊ അമേരിക്കയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിന് പകരം അത് വർദ്ധിപ്പിക്കും എന്നാണ് മസ്ക് അതിനെ വിമർശിച്ചത്. മസ്കിന്റെ വാക്കുകൾ വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ബില്ല് വലുതാകാം അല്ലെങ്കിൽ മനോഹരമാകാം, പക്ഷെ രണ്ടും ഒരുമിച്ചാകില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. വെച്ചാൽ വലിയ മനോഹരമായ ബില്ല് എന്നാണ് ട്രംപ് പറഞ്ഞതെങ്കിലോ അദ്ദേഹം പറഞ്ഞ ഒരു ബില്ല് വലുതാകാം, ഒരു ബില്ല് മനോഹരമാകാം, പക്ഷെ അത് രണ്ടും കൂടെ ആകൂല എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ പുറത്തറിയുന്ന ഒരു കാരണം. നയപരമായ ഒരു വിയോജിപ്പ് മാത്രമായിരുന്നില്ല ഇതിന്റെ പുറകില്. നമ്മളെ ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയില്ലേ, തിരശീലയ്ക്ക് പുറകില് വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 മാസം മുൻപ് നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ പറയുകയുണ്ടായി, ഇത് അധികം നാള് ഓടാൻ പോകുന്ന ലക്ഷണമല്ല കാണുന്നതെന്ന്. ഞാൻ തന്നെയാണ് അത് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് നല്ലത് ഓർമ്മയുണ്ട്. 2 മാസത്തിന് മുൻപ്, അതായത് ഇവർ തമ്മിൽ ഏറ്റവും വലിയ ബന്ധം, ഈ ബ്രൊമാൻസ് അതിന്റെ മൂത്ത് നിന്ന സമയത്താണ് പറഞ്ഞത്. നമുക്കറിയാം അവരെല്ലാം ഒരുമിച്ചാണ് എപ്പോഴും TV-യിൽ വരിക, ട്വീറ്റ് ചെയ്യുക, എന്തൊക്കെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങള്. അപ്പൊ ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ശരിക്കും നാം സാധാരണഗതിയിൽ പുറത്തറിയാത്ത എന്താണ് ഇതിന്റെ കാരണം? ഈ നിയമപരമായ ഒരുപാട് തലവേദനകൾ ഈ ഇലോൺ മസ്ക് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഈ മസ്കിന്റെ വകുപ്പുകൾ വളരെ കടുത്ത ചില നടപടികളാണ് സ്വീകരിച്ചത്. പലപ്പോഴും ഈ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അങ്ങനെ മുഴുവനായി തന്നെ നിർത്തലാക്കി. ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു ജോലിയിൽ നിന്ന്. മാത്രമല്ല അദ്ദേഹം വേറൊരു പരിപാടി ഒപ്പിച്ചു. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഈ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളുടെ ഓഡിറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം ഇലോൺ മസ്ക് ചെയ്തിരുന്നു. അതായത് ഇത് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഇതിന് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ പൂഴ്ത്തി വച്ചിരുന്ന പല കള്ളികളും പുറത്തു വന്നു. ഇത് ഞാനൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ വേറൊരുത്തൻ അത് നമ്മളെ വന്ന് ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയണത് ഇവനൊരു കടലാസ് പുലിയായിരുന്നു എന്ന് മറ്റു ലോകത്തിനെ ബോധ്യപ്പെടുക. അപ്പൊ അങ്ങനെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച്
ഈ ഗവൺമെന്റിന്റെ ഈ ക്ഷേമ പദ്ധതികളുടെ എഫിഷ്യൻസി അല്ലെ ഇഫക്റ്റീവ്നെസ്, ഇത് ശരിയായ ഗുണമാണോ ചെയ്യുന്നത്, ഇത് കാശൊക്കെ വല്ലവരും അടിച്ചോണ്ടാണോ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോ ആളുകൾക്ക് വലിയ പൊല്ലാപ്പായി. പല ഡിപ്പാർട്ട്മെന്റുകളും വെള്ളത്തിലായി എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഒരുപാട് നിയമപ്രശ്നങ്ങൾക്കും വഴിതെളിച്ചു. അതായത് ഈ പൗരാവകാശ ഗ്രൂപ്പുകൾ വളരെ ശക്തമായ ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ അവര് മസ്കിനെതിരെ ആലോചിച്ചത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ മസ്ക് ലംഘിക്കുന്നു. പ്രത്യേകിച്ച് സ്വകാര്യതയും ഈ ശരിയായ നടപടി, എന്ത് കാര്യം ചെയ്യണതിന് ഒരു ശരിയായ നടപടിക്രമമുണ്ട്. അതിന് കറക്റ്റ് പറയുന്നത് ഈ പ്രൈവസി ആൻഡ് ഡ്യൂ ഡെലിജൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് എന്ന് പറയും. ഈ ഡ്യൂ പ്രോസസ് ഇല്ലാതെ പെട്ടെന്ന് ഒരു സംവിധാനം കുറെ പേരെ അങ്ങ് പിരിച്ചുവിടുന്നു, അത് ലംഘിക്കപ്പെട്ടു. അതായത് പ്രൈവസിയും ഡ്യൂ പ്രോസസ്സും ലംഘിക്കപ്പെട്ടു എന്നാണ് ഈ പൗരാവകാശ സംഘടനകൾ പ്രധാനമായിട്ടും ഈ മസ്കിനെതിരെ ആരോപിച്ചത്. മാത്രമല്ല അദ്ദേഹം ഈ ഡോഗിന്റെ തലവനായി തുടരുന്ന ഓരോ ദിവസവും അമേരിക്കൻ ഭരണകൂടം കൂടുതൽ നിയമപരമായ അപകട സാധ്യതകൾ നേരിടുന്നുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇയാളെ സഹിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാരിന് പ്രശ്നമായി മാറും എന്നുള്ള ഒന്ന്. രണ്ട്, ഈ ആരാണ് പ്രമാണി എന്നുള്ള ഒരു വലിയ പ്രശ്നം. അതായത് ഈ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആള് പുതുതായിട്ട് കടന്നു വന്നാണ്. അവിടുത്തെ സ്ഥിരം പുലികളുണ്ട്. അപ്പൊ ഈ മസ്കിന്റെയും ട്രംപിന്റെയും അടുത്ത സഹായികളായ രണ്ടുപേരുണ്ട്, പീറ്റർ നവോരയും സ്റ്റീവ് ബനാനും. അപ്പൊ ഈ മസ്കും ഇവർ രണ്ടുപേരും തമ്മിൽ, ഈ പീറ്റർ നവോരയും അല്ലെങ്കിൽ സ്റ്റീവ് ബനാനും തമ്മിൽ സ്ഥിരം പ്രശ്നമായിരുന്നു. അതായത് അവർക്ക് നിരന്തരം എല്ലാ ദിവസവും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പൊ ഈ പുറത്ത് കാണുമ്പോൾ ചിരിക്കും കെട്ടിപ്പിടിക്കുമെങ്കിലും ഈ അടച്ചിട്ട വാതിലുകളുള്ളിൽ, അല്ലെ ക്ലോസ്ഡ് മീറ്റിംഗ്സ് എന്ന് പറയും, ഇവര് തമ്മിൽ ഭയങ്കര വെല്ലുവിളി, വാഗ്വാദം, തെറിവിളി, ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ട്രംപിന്റെ ആഗ്രഹം എന്താണ്? ഈ നയതന്ത്രത്തിന്റെ അടുത്ത ലെവൽ AI നയതന്ത്രം, അല്ലെ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള നയതന്ത്രം, അല്ലെങ്കിൽ ആഗോളതലത്തിലെ ഒരു ക്ലീൻ ടെക് വ്യാപാരം, ഇതൊക്കെയായിരുന്നു ഈ ഇലോൺ മസ്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ വലിയ തടസ്സങ്ങൾ ഇവരുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ചിലർ മസ്കിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. അദ്ദേഹം തന്റെ സ്വകാര്യ കമ്പനി നടത്തുന്നത് പോലെയാണ് ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നതെന്ന്. അതായത് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ പിരിച്ചുവിടും. അങ്ങനെയാണ് അമേരിക്കയിൽ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അമേരിക്കയിൽ ഈ പിങ്ക് സ്ലിപ്പ് എന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാൻ പറ്റുന്ന, അതായത് മുതലാളിക്ക് പിരിച്ചുവിടാൻ പറ്റുന്ന ഒരു നയമുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ ഇലോൺ മസ്ക് ഡോഗ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ, ആ ഡിപ്പാർട്ട്മെന്റിനെ ഭരിച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായി. ഈ ഇങ്ങനെ കൂട്ടത്തോടുകൂടി പിരിച്ചുവിടലുകളും ഈ മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകളിലുള്ള ഒരു വലിയ പൊതുജന രോഷം ഉണ്ടായി. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഈ ഹാഷ്ടാഗ് ബോയ്കോട്ട് ടെസ്ല ടേക്ക് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് വലിയ ഹാഷ്ടാഗുകൾ ഓൺലൈനിൽ ട്രെൻഡിങ് ആയി. എന്നിട്ട് ഈ ടെസ്ലയുടെ വിൽക്കുന്ന കടകളും ടെസ്ല കാറുകളൊക്കെ ലോകം മുഴുവൻ, യൂറോപ്പിൽ ഉൾപ്പെടെ അമേരിക്കയിൽ മുഴുവൻ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഈ ശുദ്ധ ഊർജം, അതായത് ക്ലീൻ എനർജി എന്നാണല്ലോ എന്ന് പറയുന്നത്, ഈ ഭാവിയായിട്ട് കണ്ടിരുന്നതാണ് ഈ ടെസ്ല. അപ്പൊ ടെസ്ലയുടെ പ്രതിച്ഛായക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. ഇത് ഇലോൺ മസ്കിന്റെ ബിസിനസിനെ വലിയ ബാധിച്ചു. അപ്പം ഈ മസ്കിന് ധാരാളം നിക്ഷേപരുണ്ടല്ലോ. അപ്പൊ അവര് വലിയ പ്രധാനപ്പെട്ട നിക്ഷേപകര് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം ഈ കസ്റ്റമേഴ്സിന്റെ അടിത്തറയെ തകർക്കുകയാണ്, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വ്യവസായ സാമ്രാജ്യം തകരും എന്ന മുന്നറിയിപ്പ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് കൊടുത്തതും ഇദ്ദേഹം അവിടെ നിന്ന് മാറാൻ ഒരു പ്രധാനമായ കാരണമായി പറയപ്പെടുന്നു. മറ്റൊരു പ്രധാന കാരണം ഈ ട്രംപുമായിട്ട് ഉള്ള ബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രൊമാൻസ്, വൈറൽ ഫോട്ടോകള്, അവർ ഒരുമിച്ചുള്ള ട്വിറ്റുകള്, ഒരാൾ ചെയ്യുന്നതിനെ അടുത്തയാള് റീട്വിറ്റ് ചെയ്യുക. അത് അവസാനം എന്ത് സംഭവിച്ചു? പരമപുച്ഛത്തിൽ കലാശിച്ചു. അതും മറ്റൊരു സത്യമാണ്. ഈ മസ്ക് വല്ലാത്ത പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പം തന്റെ മുകളിൽ വളരുന്ന മരമായി, അല്ലെങ്കിൽ തന്റെ പുരയ്ക്ക് മുകളിൽ വളരുന്ന മരമായി ട്രംപിന് തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഈ മസ്ക് പറയുന്നത് ഈ കുഴപ്പങ്ങളും അഹങ്കാരവും നിറഞ്ഞ ഒരു സംവിധാനമാണ് ട്രംപിന്റെ സംവിധാനമെന്ന്. അപ്പൊ ഇവർ രണ്ടുപേരും പഴയ ബിസിനസ്സുകാരാണ്. അപ്പൊ അതുകൊണ്ട്
ഇതൊക്കെയാണ് അതിന്റെ യഥാർത്ഥമായ പ്രശ്നങ്ങൾ. ഇനി ഇത് അമേരിക്കയിൽ എന്ത് സംഭവിക്കുമെന്നും കൂടി നമുക്ക് നോക്കാം. അതും ഒരു പ്രസക്തമായ കാര്യമാണ്. അപ്പൊ ഈ അധികാര ഘടനയിൽ വലിയൊരു വിള്ളൽ, അമേരിക്കയുടെ ഇപ്പോഴത്തെ അധികാര ഘടനയിലെ ഒരു വലിയ ക്രാക്ക് അല്ലെങ്കിൽ വിള്ളലിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ പഴയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയക്കാരും പുതിയ ടെക് മുതലാളികളും തമ്മിൽ എന്ത് പറഞ്ഞാലും അവസാനം ഒരുമിച്ച് ചേരില്ല എന്നുള്ള ഒരു നിഗമനം അമേരിക്കക്കാർ അല്ലെങ്കിൽ അമേരിക്കയിലെ തന്ത്രജ്ഞർ മനസ്സിലാക്കുക. അപ്പോ ട്രംപ് ഭരണകൂടം ഏറ്റവും പൊക്കി കാണിച്ചിരുന്ന ഒരു ടെക് താരമായിരുന്നു ഇലോൺ മസ്ക്. അതായത് ഞങ്ങളുടെ ഫ്യൂച്ചറിന്റെ പ്രതിനിധി എന്ന്. പക്ഷെ അയാൾക്ക് ട്രംപിന് ഈ പ്രത്യേക നടപടികളിൽ കൂടി അല്ലെങ്കിൽ ഈ വിചാരമില്ലാത്ത പ്രവൃത്തികളിൽ കൂടി, സ്ഥിരതയില്ലാത്ത പ്രവൃത്തികൾ കൂടി ഈ ടെക് താരത്തിനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ ഇനി ട്രംപ് പറയുന്നതിന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു ട്രംപ് പറയുന്നത് നാളെ തിരുത്ത്, ഇന്ന് പറയുന്നതല്ല നാളെ പറയും. പക്ഷെ ഇന്ന് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരാൾ പോലും ഈ ട്രംപിന്റെ ഈ സ്ഥിരതയില്ലായ്മയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ ഒരു ബിസിനസ് പോലെ ഒരു സർക്കാരിനെ നടത്താനാകുമോ എന്നുള്ളതും അമേരിക്ക ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ ജനങ്ങളെ ഒരിക്കലും, ബിസിനസ്സുകാർക്ക് എല്ലാം ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ജനങ്ങളെ വെറും ഒരു ഉൽപ്പന്നമായി കാണാൻ പറ്റില്ല എന്നും നിയമങ്ങൾ ഒരു കമ്പ്യൂട്ടർ കോഡല്ലെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇപ്പൊ വോട്ടർമാർ ചോദിക്കുന്നത്, ഈ ശതകോടീശ്വരനായിക്കോട്ടെ അവയാൾക്ക് വാഷിങ്ടണിനെ ശരിക്കും നന്നാക്കാൻ കഴിയുമോ, അതോ വാഷിങ്ടൺ ഇത്തരക്കാരെ അവസാനമായിട്ട് തകർക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതെന്താ പ്രശ്നം എന്നറിയാല്, ഇത് ഇന്ത്യയിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. നമുക്ക് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ടെസ്ലയും സ്റ്റാർലിങ്കും ഇന്ത്യയിൽ വരാൻ വേണ്ടി വലുതായിട്ട് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇലോൺ മസ്കിനുള്ളത്. മോദിയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പൊ ഇന്ത്യയിലോട്ട് കടന്നു വരാനുള്ള വലിയ ഒരു തന്ത്രം അവർ മെനയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെസ്ല കാറുകള്, സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഗ്രാമങ്ങളിലുള്ള ഈ ബഹിരാകാശ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ. അപ്പം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ ടെസ്ല ഫാക്ടറികൾ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സംവിധാനം വിപുലീകരിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക് പൊതുഗതാഗതം, അതായത് ഇതൊക്കെയാണ് ട്രംപിന്റെ, അതായത് എല്ലാ പൊതുഗതാഗത സംവിധാനങ്ങളും ഇന്ത്യയിൽ ഉൾപ്പെടെ ഇലക്ട്രിക് സംവിധാനങ്ങളിലേക്ക് മാറ്റുക. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മാസ്ക് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം ഹോൾഡ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ബ്രേക്ക് ചവിട്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ട്രംപും ഇയാളും തമ്മിൽ ഉടക്കാമ്പോൾ ട്രംപ് ഇതിന് പാരവയ്ക്കുമെന്ന് ഒരു സംശയമുള്ളതുകൊണ്ട് തൽക്കാലം ഇതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇന്ത്യയിലും അമിതമായി വ്യവസായികൾ ഭരണത്തിൽ ഇടപെട്ടാൽ അവർക്കും ഈ ഗതി വരാനുള്ള ഒരു സാധ്യത കൂടി ഈ ട്രംപ് മസ്ക് ബന്ധം പൊളിഞ്ഞതിനകത്ത് വരുന്നു. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പലരുമൊക്കെ അദാനി, അംബാനി ഇവരൊക്കെ അമിതമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും, അവരുടെ ബിസിനസ്സിന് തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇത് വെളിവാക്കുന്നു എന്നുള്ള സത്യമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് പ്രസക്തമായ കാര്യം, ഇന്ത്യ ഈ മസ്കിനെ നോക്കിയും ട്രംപിനെ നോക്കിയും മാത്രമല്ല, ഇങ്ങനത്തെ വലിയ വലിയ പ്രമുഖ നിക്ഷേപകരെയും അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെയും നോക്കി നമ്മുടെ രാജ്യത്തിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ശക്തമായ നയങ്ങൾ, ബിസിനസ് നയങ്ങൾ ഉണ്ടാകണം. തദ്ദേശീയമായ സംരംഭകരെ, ഇന്ത്യക്കകത്തുള്ളവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ നമ്മൾ ഇനി ഒട്ടും അമാന്തിച്ചുകൂടാ എന്നുള്ളതും ഈ ഒരു കാര്യം നമുക്ക് തരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പറയില്ലേ ഒരു വേക്കപ്പ് കോൾ എന്ന് പറയും, അല്ലെ മലയാളത്തിൽ അതിനെ ഉണർത്തുപാട്ടെന്ന് പറയും. അതായത് നമുക്ക് വേണ്ടത് സെലിബ്രിറ്റികൾ, ഇത്തരം സെലിബ്രിറ്റികളുടെ സമ്മതമോ അംഗീകാരമോ അല്ല, മറിച്ച് ഒരു കണ്ടിന്യൂറ്റി ആൻഡ് ക്ലാരിറ്റി, അല്ലെങ്കിൽ തുടർച്ചയും വ്യക്തതയും, ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയും വ്യക്തതയുമാണ് വ്യവസായങ്ങളും രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്കും ഏറ്റവും പ്രസക്തമെന്നുള്ളത് നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയണം. ഇതെന്താ പറയാൻ കാര്യം, ജനങ്ങൾ എന്തിനാണ് തിരിച്ചറിയുന്നത് വെച്ചാൽ, ജനങ്ങൾ ആരെയാണ് അധികാരത്തിൽ എത്തിക്കുന്നതെന്നനുസരിച്ചിരിക്കും രാജ്യത്തിന്റെ ഭാവി. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പം പിന്നെ ജനങ്ങൾക്ക് അതിനകത്ത് വലിയ കൺട്രോൾ ഇല്ല, പിന്നെ അവരുടെ കയ്യിലാണ്. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കണം, ഇപ്രാവശ്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇത്ര ശക്തമായ ഒരു ഭരണകൂടമല്ല ഉണ്ടായിരുന്നതെങ്കിൽ, പഴയതുപോലെ ഒരു വീക്കായിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട സാധനം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം,
11 പ്രാവശ്യം ട്രയംഫ് സംവിധാനം ആക്ടിവേറ്റ് ചെയ്ത് S-400 ട്രയംഫ് സംവിധാനം ആക്ടിവേറ്റഡ് ആയി എന്നുള്ളത് സത്യമാണ്. അത് ആ 11 പ്രാവശ്യം അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന് സംഭവിച്ചതുപോലെയുള്ള നാശനഷ്ടങ്ങൾ ഇന്ത്യക്കും ഉണ്ടായേനെ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, ഒരു സ്ഥിരതയുള്ള സാങ്കേതികമായ ലക്ഷ്യസ്ഥാനമായി ഇന്ത്യ മാറണം. അതായത് ഇന്ത്യക്ക് നവീകരണത്തിനും നിർമ്മാണത്തിനും കേപ്പബിൾ ആയിട്ടുള്ള സ്ഥിരതയുള്ള ജനാധിപത്യപരമായ നിയമവാഴ്ചയുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി മാറണം ഇന്ത്യ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്രംപിന്റെയും മസ്കിന്റെ ഒക്കെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇങ്ങനെ ഒരു വലിയ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയിലേക്കുള്ള ഈ അനിശ്ചിതാവസ്ഥ അമേരിക്കയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഇൻഫ്ലോസ്, നിക്ഷേപകരുടെ ഇൻഫ്ലോ വളരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട്. അത് സൂചിപ്പിക്കുന്നത് അമേരിക്ക ഒരു സ്റ്റേബിൾ കൺട്രി അല്ല. അതായത് പോളിസി ഉൾപ്പെടെ സ്റ്റേബിൾ ആയിരിക്കണം. മിലിറ്ററി പരമായി സ്റ്റേബിൾ ആയിട്ട് മാത്രം കാര്യമില്ല, പറയുന്നതിന് ഒരു സ്ഥിരത വേണം, അല്ലെങ്കിൽ നയങ്ങൾക്കൊരു സ്ഥിരത വേണം. അങ്ങനെ ഒരു രാജ്യത്തിൽ നിന്ന് മാറി. അപ്പൊ ഇന്ത്യക്ക് ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിന് ഒരു വലിയ സുവർണ അവസരമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വിദ്യാസമ്പന്നരായ ധാരാളം യുവാക്കളുണ്ട്, ശക്തമായ ഒരു എഞ്ചിനീയറിംഗ് അടിത്തറയുണ്ട്, സ്റ്റാർട്ടപ്പുകളോടുള്ള വലിയ അഭിനിവേശമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ, അതായത് ഈ ട്രംപിന്റെയും മസ്കിന്റെയും പുറയിൽ പോകാതെ മറ്റൊരു ട്രംപും മറ്റൊരു മസ്കുമാകാൻ കഴിവുള്ള കേരളത്തിലെ യുവജനങ്ങളെ കണ്ടെത്താനും ഒരുപക്ഷെ സർക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു എന്തെന്നാണ്, ഇവരുടെ അധികാര പങ്കാളിത്തമായി തുടങ്ങി അവസാന അഹങ്കാരങ്ങളുടെ കൂട്ടിയടിയായി അവസാനിച്ചു എന്നുള്ളതാണ് ട്രംപിന്റെയും മസ്കിന്റെയും കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് ഇത് ഇന്നത്തെ കാലം ഈ ട്രംപിന്റെയോ മസ്കിന്റെ കഥ മാത്രമല്ല, ഒരു ശതകോടീശ്വരന് പോലും വഴങ്ങാത്ത ഒരു വ്യവസ്ഥ ഇന്ന് ഈ ലോകത്ത് നിലവിലുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഈ ട്രംപ് അല്ലെങ്കിൽ മസ്ക് വന്നിട്ട് എല്ലാം മാറ്റിമറിച്ചു കളയും, ട്രംപ് വന്ന് എല്ലാം മാറ്റിമറിച്ചു കളയും എന്ന ഒരു തെറ്റിദ്ധാരണ ഒരുപാട് പേർക്ക്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യവസ്ഥയെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ ഒരു ശതകോടീശ്വരൻ വിചാരിച്ചാൽ പോലും അത്ര പെട്ടെന്നൊന്നും ഒരു വ്യവസ്ഥിതിയെ മാറ്റാൻ സാധിക്കുകയില്ല. ഇത് നമുക്കും ഒരു വലിയ പാഠമാകും. ഇന്ത്യക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അബദ്ധത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല, വല്ലവർക്കും പറ്റിയ അബദ്ധത്തിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. അതാണ് ബുദ്ധി. അപ്പൊ ഇതാണ് ഈ ട്രംപ് മസ്ക് അകൽച്ചയെക്കുറിച്ച് നീതു എനിക്ക് പറയാനുള്ളത്. എന്തായാലും വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ വലിയ അവസരങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ഒരുക്കുന്നു, അല്ലെങ്കിൽ ലോകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ട്രംപ് മസ്ക് കൂട്ടുകെട്ട് കണ്ടപ്പോൾ തുടക്കത്തിൽ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ സാറിന്റെ തന്നെ വാക്ക് കടമെടുത്താൽ എല്ലാം ഏറ്റവും ഒടുവിൽ അഹങ്കാരത്തിൽ ചെന്ന് കലാശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ട്രംപും മസ്കും വേർപിരിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.